ദൈവനാമത്തിന് മഹത്വം. മാനസാന്തരത്തിന് അനുയോജ്യമായ ജ്ഞാനസ്നാനവും പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനവും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന കൽപ്പന മോശയുടെ ന്യായപ്രമാണത്തിൽ ഉള്ളവർക്കായി കൊണ്ടുവരപ്പെട്ടതാണ്. ഒരു മാർഗത്തിൽ കൊണ്ടുവരപ്പെടേണ്ട കൽപ്പന ഒരു പുരോഹിതൻ മുഖേന തന്നെ വരയണമായിരുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ മുഖേനയാണ് ഈ ജ്ഞാനസ്നാനം കൊണ്ടുവരപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ സെഖര്യാവ് എന്ന പുരോഹിതന്റെ മകനാണ്. മോശയുടെ ന്യായപ്രമാണത്തിലുള്ള എല്ലാവരും ഈ യോഹന്നാനെ ഉന്നതമായ സ്ഥാനത്താണ് കരുതിയിരുന്നത്. സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ ജനങ്ങളെ നോക്കി പറയുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നു. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 19-ൽ നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ നീ ആർ എന്ന് പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാനോട് ചോദിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറയുന്നു. അതിനുശേഷം അവർ അദ്ദേഹത്തെ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നു. അല്ല എന്ന് മറുപടി പറയുന്നു. പിന്നീട് ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നു. അതിനും അല്ല എന്ന് മറുപടി നൽകുന്നു. അതിനുശേഷം അവർ യോഹന്നാനോട് ചോദിച്ചു, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവർക്ക് മറുപടി നൽകേണ്ടതിന് അങ്ങയെക്കുറിച്ച് എന്താണ് പറയുന്നത്? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് മറുപടി പറഞ്ഞു. അയക്കപ്പെട്ടവർ അദ്ദേഹത്തോട് നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്നു വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. വെള്ളം കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ചും തീ കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ചും യോഹന്നാൻ അവരോട് തുടർന്ന് സംസാരിക്കുന്നു. വെള്ളത്താൽ സ്നാനം സ്വീകരിച്ച യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നതിനാൽ അദ്ദേഹം തീയിനാലുള്ള സ്നാനം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ മറ്റൊരു സ്നാനം കൂടി ഉണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ൽ എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരങ്ങുന്നു. ഇത് ക്രൂശ് മരണം എന്ന കഷ്ടാനുഭവത്തിന്റെ സ്നാനമാണ്. അതിനാൽ ജലസ്നാനത്തെക്കുറിച്ചും തീ കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ചും കഷ്ടാനുഭവത്തിന്റെ സ്നാനത്തെക്കുറിച്ചും നാം പഠിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനങ്ങളിൽ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കൊണ്ട് നമ്മെ കല്ലെറിയുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യോഹന്നാൻ കൊണ്ടുവന്ന ഈ സ്നാനത്തിൽ പല പ്രശ്നങ്ങൾ നാം കാണുന്നു. അത് മാനസാന്തരത്തിന്റെ അടുത്ത സ്നാനമാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 4-ൽ പൗലോസ് എഴുതുന്നു. പുതിയ നിയമത്തിൽ ഇപ്പോൾ നൽകപ്പെടുന്ന സ്നാനം പാപമോചനത്തിനായി നൽകപ്പെടുന്നതാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ൽ എഴുതിയിരിക്കുന്നു. സ്നാനം എന്നത് നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് നിർബന്ധമായത്, അതായത് അത്യാവശ്യം. യോഹന്നാന്റെ ഉപദേശം കേട്ട നികുതി പിരിവുകാർ ഉൾപ്പെടെയുള്ള സകല ജനങ്ങളും അവനാൽ സ്നാനം സ്വീകരിച്ച് ദൈവം നീതിമാനാണെന്ന് ഏറ്റുപറഞ്ഞു. സകല ജനങ്ങളും എന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ൽ അനുസരിച്ച് യഹൂദ്യ ദേശക്കാർ എല്ലാവരും, യെരൂശലേം നിവാസികൾ എല്ലാവരും എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവനാൽ സ്നാനം സ്വീകരിക്കാതെ തങ്ങൾക്ക് തന്നെ നാശം വരുത്തിവെച്ചു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പ് സ്വീകരിച്ച് അനുസരിക്കുക. നോഹയുടെ പെട്ടകം സ്നാനത്തിന് ഒരു അടയാളമായി നിഴലായി പറയപ്പെടുന്നു. ചെങ്കടൽ കടക്കുന്നത് സ്നാനത്തിന് ഒരു അടയാളമായി പറയപ്പെടുന്നു. യോന 3 പകലും 3 രാവും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നത് സ്നാനത്തിന് ഒരു അടയാളമായി പറയപ്പെടുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.